ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളൊരു ട്രിപ്പിൽ എടുത്ത് നമ്മൾ പോവുകയാണ് കേട്ടോ. ഗോപുസ്ഥാൻ, അപ്ഷരാൻ, പിന്നെ ടെമ്പിൾ ഓഫ് ഫയർ, അങ്ങനെ പല സ്ഥലങ്ങളും കാണാനായിട്ടാണ് പോകുന്നത്. ഇത് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് ഗോപുസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തിട്ടാണ്. അവിടെ ആദ്യം നമ്മൾ പോകുന്നത് മഡ് വോൾക്കാനോ, അതായത് കാണാനാണ്. ഈ ലോകത്ത് 800 ആക്റ്റീവ് വോൾക്കാനോസോളം ഉണ്ട്. അതിൽ 400 എണ്ണം ഈ ഗോപുസ്ഥാൻ എന്ന് പറഞ്ഞ അസർബൈജാനിലുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ആൻഡ് അങ്ങോട്ട് പോകുന്നത് നമ്മളൊരു സ്പെഷ്യൽ ഓഫ് റോഡ് ഇതിലാണ് പോകുന്നത്, വണ്ടിയിലാണ് പോകുന്നത്. ഒരു റഷ്യൻ വണ്ടിയാണെന്നാണ് ജെൻസ് പറഞ്ഞത്, ലാഡ. ഭയങ്കര എന്താ പറയുക, സാധാ ഒരു വണ്ടി, കണ്ട വലിയ സെറ്റപ്പൊന്നും അല്ലെങ്കിൽ പോലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓഫ് റോഡ് പോകുന്നത് കാരണം ഈ ഡെസേർട്ട് ഡ്രൈവിൽ പോകുന്നതിൻ്റെ വേറൊരു ഫീലാണ് നമ്മൾ മഡി സ്ട്രീറ്റിലൊക്കെ കൂടെ പോകുന്നത്. നല്ല രസമാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നല്ല കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ, ഇങ്ങനെ ടക്കാന്ന് പോകാനായിട്ട്. നന്നായിട്ട് നേരത്തെ വീഡിയോ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ അറിയാം, ലാഡയ്ക്ക് 3 ഡിഫറെൻറ്റ് ഗിയേഴ്സ് ആയിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ കുറേ ആക്റ്റീവ് വോൾക്കാനോസ് കാണാൻ ഇടയായിട്ടോ. അപ്പോൾ നമ്മൾ കയറി അതിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുന്നിൻ്റെ പുറത്തായിട്ടോ അല്ലാണ്ടൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം, ചെറിയ ചെറിയ ഇങ്ങനെ ബബിൾസ് വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ ഇരിക്കുന്നതെന്ന്. കണ്ടോ, ചെറുതായിട്ട് ഇതൊക്കെ ആക്റ്റീവ് വോൾക്കാനോസ് ആണ്. നമുക്ക് കൈ ഇടാം. ഈ ക്ലേയിൽ നമ്മൾ എന്താ മുഖത്തൊക്കെ പറ്റുന്ന ഭയങ്കര നല്ലതാണെന്നൊക്കെയാണ് ടൂർ ഗൈഡ് പറഞ്ഞത്. 20 വർഷം നമ്മൾ ചെറുപ്പമാകുന്ന ആൾക്കാരാണ് പറയണത് കേട്ടോ. ഇത് ആ വോൾക്കാനോ ഒക്കെ വീണിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന നിലമാണ്. നല്ല രസമുണ്ടല്ലോ ഇതിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ. ഇത് കണ്ടു, ഇത് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കുറച്ചുകൂടി ബബിൾസൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ചൂടൊന്നും അല്ല കേട്ടോ. അടുത്തത് നമ്മൾ പോകുന്നത് ഗോപുസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തിട്ടാണ്. അത് വേറൊരു സ്ഥലത്ത്, ഗോപുസ്ഥാനിൽ തന്നെ വേറൊരു സ്ഥലത്തിട്ടാണ് പോകുന്നത്. ഇവിടെ കുറേ പാറകളും ഇതൊക്കെയാണ്. ഇത് നമ്മുടെ പണ്ടത്തെ നമ്മളിങ്ങനെ പഠിക്കുന്ന നമ്മൾ ഈജിപ്ഷ്യൻകാരെക്കുറിച്ച് നമ്മൾ പഠിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെയും കല്ലുകളിലൊക്കെ ഇങ്ങനെ അവർ വരച്ചും അവരുടെ പണ്ടത്തെ കമ്മ്യൂണിക്കേഷൻ രീതികളെക്കുറിച്ച്, അതായത് കുറേ പടങ്ങളിങ്ങനെ അവർ വരച്ച് ഒരു മനുഷ്യനെക്കുറിച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ലാൻഡ്സ്കേപ്പ് കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറേ കല്ലും കുറേ പാറകളും. ഇവിടെ പണ്ട് കാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് തന്നെ വിശ്വസിക്കാൻ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു നല്ല ഫീലിംഗ് ആണ് കേട്ടോ. ഇങ്ങനെയും ആളുകൾ ജീവിച്ചിരുന്നു. ഇതുപോലെ ഈ പാറകളുടെ എല്ലാത്തിനും കുറേ ഡ്രോയിങ്സ് ഉണ്ട്. അതിനെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള അർത്ഥങ്ങളും ഉണ്ട്. ആ അർത്ഥങ്ങളൊക്കെ നമ്മൾ ടൂർ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്ന് നല്ലൊരു അടിപൊളിയായിരുന്നു. കണ്ടില്ലേ ഈ ലാൻഡ്സ്കേപ്പ് കണ്ടില്ലേ. ആക്ച്വലി വെള്ളം ഈ കുറേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വർഷം തോറും ഈ വെള്ളം വറ്റി ഇങ്ങനെ ഈ ലാൻഡ്സ്കേപ്പ് കുറച്ചുകൂടി വികസിച്ച് പോവുകയായിരുന്നു. അതിൻ്റെ ഒരു രീതി കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ്. അപ്പോൾ ഈ ചേട്ടൻ പറയുമായിരുന്നു, പണ്ട് കാലത്തെ പെണ്ണുങ്ങൾ ഇതുപോലത്തെ ഈ ഒരു വെള്ളത്തിൻ്റെ ഇത് അവർ മിററായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ പോരുന്ന നേരത്താണ് അവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ബ്രെഡ് കണ്ടത്. അത് മേടിച്ച് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. വലിയ കുഴപ്പമില്ലായിരുന്നു. അവരൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പച്ചയില യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗാർലിക് ലീവ്സ് എങ്ങാണ്ട്. അത് കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രം. ഇത് അവിടെയുള്ളൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മോസ്കാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന് ചുറ്റുമുള്ള കാഴ്ചകൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതാണ് ഫുൾ മോസ്ക്. ആ മോസ്കിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി അവിടെ നിന്ന് കാണാവുന്ന സകല ലാൻഡ്സ്കേപ്പും സീനറിയൊക്കെയാണ്. ഇത് മോസ്കിൻ്റെ ഉള്ളിൽ സാധാ ഒരു മോസ്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തോളൂ. നമ്മൾ പല രാജ്യങ്ങളിലും പോയി കണ്ടുവരുന്നതിനേക്കാൾ ഓർഡിനറി ആയിട്ടുള്ള, പക്ഷേ എന്തോ പ്രത്യേകതകളൊക്കെ ഇവിടെയുള്ള ടൈപ്പാണ്. എനിക്ക് ഇതിൻ്റെ സീലിംഗ് വളരെ പ്രത്യേകതയായിട്ട് തോന്നി. അതുപോലെ നമ്മുടെ പണ്ടത്തെ പള്ളികളിൽ കാണുന്ന പോലെയുള്ള ഒരു വിൻഡോ ആർട്ടും അതൊക്കെ എനിക്ക് വളരെ പ്രത്യേകതയായിട്ട് തോന്നി. നല്ല രസമായിരുന്നു. പക്ഷേ നമുക്കവിടെ ചെന്നിട്ട് ആ ചുറ്റിനുമുള്ള ആ ലാൻഡ്സ്കേപ്പും ആ സീനറിയും കാണാൻ, ഈ സീനറി കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഈ കടലും ആ ഒരു പോർട്ടൊക്കെ ആയതുകൊണ്ട് കുറേ ഷിപ്പുകൾ കിടക്കുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ പോലെയൊക്കെ നമുക്ക് തോന്നി. ബട്ട് ലാൻഡ്സ്കേപ്പ് കൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് ഫോർമുല 1ൻ്റെ എന്താ പറയുക, ഗ്യാസ് സ്റ്റേഷൻ ആയിട്ട് പണിയുന്ന ഈ സ്ഥലമാണ് കേട്ടോ. അതായത് അസർബൈജാൻ ബാക്കുവിൽ ഫോർമുല 1ൻ്റെ റേസിംഗ് ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ട് നമ്മൾ പിന്നെ ലഞ്ചിനാണ് നമ്മൾ കൊണ്ടുപോയത്.
അതിനുശേഷം നമ്മൾ പോയത് യനാർട്ടാഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിട്ടാണ്. ഇത് വളരെ നാച്ചുറലായിട്ട് വരുന്ന തീയാണ്. ഇതൊരു മലയുടെ സൈഡിൽ നിന്ന് തീ വരുന്നതാണ്. ഓബിയസ്ലി ബാക്കു ഫുള്ള് പെട്രോളും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു വണ്ടറാണ് ഇത് കേട്ടോ. ഇത് എപ്പോൾ വേണമെങ്കിലും നിന്ന് പോകാമെന്നാണ് ആ പുള്ളിക്കാരത്തി പറഞ്ഞത്. ഇന്ന് കത്തിയത് കൊണ്ട് നാളെയും കത്തിയിരിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ടൂറിനുണ്ടായിരുന്നതാണ് ശരത്തും പഞ്ചമിയും ഒരു നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവരെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് സന്തോഷമൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ടെമ്പിൾ ഓഫ് ഫയറിലാണ്. ടെമ്പിൾ ഓഫ് ഫയർ എന്ന് പറയുന്നത് ആക്ച്വലി ഹിന്ദുയിസമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ടെമ്പിളാണ്. ഇവിടെ ഈ കാണുന്ന ഫയർ അങ്ങനെ നാച്ചുറൽ വണ്ടറൊന്നുമല്ല കേട്ടോ, അത് ഗ്യാസ് വെച്ച് കത്തിച്ചേക്കുന്നതാണ്. പിന്നെ ഹിന്ദുയിസം കുറേ തീയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് അവർ ഈ ഒരു രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ വേറെയും ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നടരാജ വിഗ്രഹവും ഗണപതിയുടെ രൂപങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ ഓരോരോ അറകളുണ്ട്. ആ അറകളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓരോരോ ഇത് കണ്ട് ഇതൊക്കെ ഓരോ അറകളിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അവരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ലോങ് ട്രിപ്പായിരുന്നു ആക്ച്വലി. നമ്മൾ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വൈകിട്ട് 6 മണി വരെയാണ് അവസാനിപ്പിച്ചത്. ഞങ്ങളുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തന്നെ അവിടെ നടന്ന് കണ്ട കുറച്ച് സ്ഥലങ്ങളാണ്. അവിടെ ബാക്കു ഓൾഡ് സിറ്റിയിൽ പോയിട്ട് നമ്മളവിടെ നടന്ന് കണ്ടതാണ്. അവിടുത്തെ ടാക്സീസ് വളരെ എന്താ പറയുക രസമുള്ള ടാക്സീസ് ആയിട്ട് തോന്നി. നമുക്ക് ലണ്ടൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ടാക്സീസ് ആയിരുന്നു. ബട്ട് 6 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കാൻ പറ്റുന്ന ഒരു ടാക്സിയായിരുന്നു. ഇത് ഞങ്ങൾക്ക് ഈ റൈഡ് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. വിത്ത് പനാരമിക് വ്യൂവുമായിട്ട് മുകളിൽ ഗ്ലാസ്സൊക്കെ ആയിട്ട്. അത് ഞങ്ങൾ ഹോട്ടലൊക്കെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളിത് നടന്ന് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. കുളിച്ച് റെഡിയായി കഴിഞ്ഞ് അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് നല്ലൊരു കുനാഫയൊക്കെ കഴിച്ചു കേട്ടോ. യമ്മിയായിരുന്നു. ഇത് കണ്ടാൽ തന്നെ അറിയില്ല എന്ത് ടേസ്റ്റ് ആയിരുന്നെന്ന്. അങ്ങനെ അവിടുത്തെ കുറച്ച് ഞങ്ങൾ എൻജോയ് ചെയ്ത ഫുഡിൻ്റെ ഫോട്ടോസാണ് ഇതിട്ടേക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. താങ്ക് യു.